എന്റെ പൂക്കടിച്ചു കൊടുത്താളെ. സച്ചിൻ, സച്ചിൻ, മിസ്സസ് സിന്ധു മേനോൻ. അതെ, ആരാ സംസാരിക്കുന്നേ? സോറി, ഇപ്പൊ എന്റെ ഐഡന്റിറ്റി വെളിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകൻ സച്ചിൻ എന്നോടൊപ്പം ഉണ്ട്. എന്താ? നിങ്ങൾ ആരാ? അതൊക്കെ സൗകര്യം പോലെ പറയാം. കുട്ടിയെ കൈമാറാം. പക്ഷേ നിങ്ങൾ എന്ത് തരുമെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മതി. ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവ് എന്ത് തരുമെന്ന് ഞാൻ അറിയട്ടെ. യെസ് രാജീവ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അവനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ പിന്നാലെ പറയാം. ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ അനുസരിക്കുമോ എന്നറിയട്ടെ. പറയൂ, നിങ്ങളുടെ ഏത് കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മകനെ തിരിച്ചു കിട്ടാൻ രാജീവ് മേനോൻ എന്ത് തരും? നിങ്ങൾ ചോദിക്കുന്നത് എന്തും. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുപ്പാലത്തിനടുത്തുള്ള ഗോഡൌണിൽ വരിക. ഹലോ, ഇങ്ങോട്ട് വരട്ടെ, എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഇപ്പൊ ഒരു മമ്മിയും ഡാഡിയും വന്നിരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെ. ചോര ഒലിപ്പിച്ച് റോഡിൽ കിടന്ന എന്നെ അനാഥാലയത്തിൽ എത്തിക്കാനും ഒരാളുണ്ടായി, ചാകാനും സമ്മതിക്കാതെ. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല വീട്, നല്ല സ്കൂള്, സമയാസമയം നല്ല ഭക്ഷണം, വേറെന്താ വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ലോകത്തുണ്ടെന്ന് മോൻ അറിയാമോ? അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാ. അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. എന്റെ കൂട്ടുകാരെ പോലെ മമ്മിയുടെയും ഡാഡിയുടെയും കൈ പിടിച്ച് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോണോന്ന് ഞാനും ആഗ്രഹിക്കൂലേ? ഹോംവർക്ക് ചെയ്യാത്തതിന് മമ്മി അടിക്കുമ്പോ ഡാഡി കൊണ്ടുപോയി കൊഞ്ചിക്കണമെന്ന് ഞാനും കൊതിക്കും. വഴക്കോടി പിരിഞ്ഞു പോയ ഡാഡിയും മമ്മിയും പിന്നെ ഞാൻ ഒരുമിച്ച് കാണുന്ന കോടതിയില്ല. എനിക്ക് ആരെ ഇഷ്ടം, ആരുടെ കൂടെ പോണോന്ന് ജഡ്ജെങ്കിൽ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയേണ്ടിരുന്ന അങ്കിളെ? പിന്നെ കോടതിന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലായി. ഏത് നേരം ഡാഡിയെ കുറ്റം പറയും. പലപ്പോഴും ഫോണിൽ ഡാഡിയോടൊന്നും മിണ്ടിന്ന് അറിഞ്ഞ പിന്നെ അമ്മയ്ക്കത് മതി. ശരിയാ, പണവും സൗകര്യത്തെക്കാളും വേറെ സ്നേഹവും വാത്സല്യവുമാണ് കുട്ടികൾക്ക് വേണ്ടത്.
നിനക്കത് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. മോനെന്തിനു വിഷമിക്കുന്നു? നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മുത്തച്ഛനില്ലേ? മുത്തച്ഛന് സ്വന്തം കാര്യം നോക്കാൻ തന്നെ നേരില്ല, പിന്നെ എന്നെ. കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് ബോസങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴും. മോൻ അങ്കിളിനോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഇല്ലെന്ന് മോൻ എന്നോട് കള്ളം പറഞ്ഞത്? അതിലെനിക്ക് വിഷമമുണ്ട്. കരയാതെ മോനെ, കരയാതെ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മോന്റെ വിഷമം ഒക്കെ മാറും. എനിക്കൊരു കഥ പറഞ്ഞുതരോ അങ്കിളെ? ഓ, പറഞ്ഞുതരാലോ മോനെ. വേതാളത്തിന്റെ കഥ മതിയോ? അങ്കിളുടെ കഥയാ? പോരാ അവിടുന്ന്. വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയാത്. കള്ള അവൻ. ആ, എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോൻ എവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ. ഏത് കാര്യത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ രണ്ടായി മുറിച്ച് പങ്കുവച്ചു തരാം. എന്താ, സമ്മതമാണോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇടനിലക്കാരനായി എനിക്ക് എന്ത് അവകാശം? യാതൊരു അവകാശമില്ല. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചിനെ തേടിപ്പിടിച്ച് ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്ത ഒരാൾ. സച്ചിനെ കസ്റ്റഡിയിൽ വെച്ച് ഒരജ്ഞാതനാണെന്ന മട്ടിൽ ഫോൺ ചെയ്യുക, എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി പണവുമായി അവിടെ എത്താൻ പറയുക. എന്തിനായിരുന്നു അച്ഛാ ഈ വിഡ്ഢിവേഷം കെട്ടൽ എന്നല്ലേ നിന്റെ ചോദ്യം? വിഡ്ഢിവേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാ നിങ്ങൾ അച്ഛാ. ഒരു ക്ഷമാപണത്തിലോ പുഞ്ചിരിയിലോ ഒതുക്കാവുന്ന വെറും ഒരു സൗന്ദര്യപ്പണക്കം അത് വളർത്തി വലുതാക്കി കോടതിയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആരും ആരുടെ അടിമയല്ലെന്ന ഈഗോ ക്ലാഷും ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിൽ കൊണ്ടു നടന്നത് നിങ്ങളല്ലേ? അതിനിടയിൽ സ്വന്തം മകന് വേണ്ടത് എന്താണെന്ന് മറന്നുപോയില്ലേ? മകന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിലുള്ള ഈഗോയും കോംപ്ലക്സും ഉപേക്ഷിക്കുകയാണ്. അവനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാതൃക കാട്ടി അവന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അല്ല, മകനിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീണ്ടും കൊത്തിക്കീറാനാണ് ഭാവമെങ്കിൽ ഇല്ല, നിങ്ങളുടെ മകൻ നിങ്ങളെ വെറുക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, നിങ്ങളും ഞാനുമല്ല. മോനെ, എന്റെ പൊന്നുമോൻ ആരുടെ കൂടെ പോണം? എനിക്ക് അച്ഛനെ അമ്മയും വേണം. കേട്ടില്ലേ? ഈ കുരുന്ന മനസ്സാഗ്രഹിക്കുന്നതും അത് തന്നെ. ചെല്ല്.
കിട്ടി കിട്ടി. കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടലേഴ് കടന്ന് നിങ്ങളുടെ പുത്രൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ നോക്കൂ നോക്കൂ. നോക്കേ, രണ്ടുപേരും ഫേസ് കെട്ട് ഒന്നല്ലേ നോക്കേ. ഇവനൊരു ചോക്ലേറ്റ് കുട്ടിയല്ലേ? അപ്പൊ ഈ ചോക്ലേറ്റോ? അയ്യടാ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ. ഒറിജിനൽ കൊണ്ട് പോണോ? വാടാ, നിനക്ക് അച്ഛനമ്മ വേറെ ഉണ്ടാക്കി തരാം.